അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറുപ്പമ്പടിയിലുള്ള ഡേവിഡ് സ്ലാഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. കുറുപ്പമ്പടി റീജിയനിലുള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഇൻറ്റീരിയേഴ്സും ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. ഈ റീജിയനിൽ മെയിനായിട്ട് 3 അടിപൊളി ഫുഡ് കോർണേഴ്സാണുള്ളത്. ഒന്ന് ഒരു ബർഗറും സംഭവങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഉള്ളത് RFC, അതായത് റോസ ഫ്രൈഡ് ചിക്കൻ. പിന്നെ ബിരിയാണി സ്പെഷ്യലായിട്ടുള്ളത് നമ്മളുടെ ഗോൾഡൻ ഹോർക്ക. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് മന്തിയാണ്. അതായത് മന്തി ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ. ബിരിയാണിയും ഇവിടുത്തെ അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷേ ഗോൾഡൻ ഹോർക്കയുടെ മാതിരി അത്രയും വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവറൊന്നുമില്ല. ഇതൊരു നോർമൽ ബിരിയാണി ഫ്ലേവറാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് പെരി പെരി മന്തിയും ഹണി അൽഫാമുമാണ് എടുത്തേക്കുന്നത്. ഹണി അൽഫാം പിള്ളേർക്കായിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ അൽഫാമിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത് സാധാരണ കിട്ടുന്ന മാതിരി കുബൂസ് അല്ല, റുമാലി റൊട്ടിയാണ് കിട്ടിയത്. അൽഫാമിൻ്റെ കൂടെ കിട്ടിയത് പിന്നെ മയണൈസും പുതിന ചട്നിയാണ്. പക്ഷേ മന്തിയുടെ കൂടെ കിട്ടിയത് ഒരു തക്കാളിക്കറിയും പിന്നെ മയണൈസുമാണ്. പിന്നെ ഈ അൽഫാമിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ബേസിൻ സീഡ്സൊക്കെ വെതറിയേക്കുന്നത് കാരണം നല്ലൊരു ലുക്കാണ് അതിനുള്ള. മന്തിയുടെ കൂടെയുള്ള അൽഫാമിൻ്റെ, അതായത് പെരി പെരി അൽഫാമിൻ്റെ മുകളിൽ നന്നായിട്ട് മുളക് ചതച്ച് വിതറിയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല എരിവായിരിക്കും ഈ അൽഫാമിന്. അപ്പോൾ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ മന്തി സൂപ്പറാണ്, നല്ല ഫ്ലേവറാണ് ആ റൈസിനുള്ളത്. നല്ല അടിപൊളി റൈസുമാണ് അതിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത്. പിന്നെ അൽഫാം നല്ല എരിവാണ്, അൽഫാമിന് നല്ല എരിവുണ്ട്. പിന്നെ ഈ തക്കാളി ചട്നിയാണ് എനിക്ക് മയണൈസിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ തക്കാളി ചട്നി റൈസിൻ്റെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹണി അൽഫാം ആണെങ്കിൽ അതിന് എരിവൊക്കെ അത്യാവശ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. ചെറിയൊരു മധുരവും ചെറിയൊരു എരിവൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ഡിഷായിരുന്നു ആ ഹണി അൽഫാം. അതിൻ്റെ കൂടെ പുതിനേനേക്കായും കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മയണൈസ് തന്നെയാണ്. അത് ആ ഹണിയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. വേറെ എരിവുള്ള അൽഫാം വെറൈറ്റീസിലും പിന്നെ ഒരു നോർമൽ അൽഫാം വെറൈറ്റീസിലും എനിക്ക് കൂടുതൽ ഇഷ്ടം പുതിന ചട്നിയാണ് മയണൈസിനേക്കായും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഡിഷിൻ്റെ മയണൈസാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വേറെ 2 ഹോട്ടൽസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം മിസ്സായിപ്പോയി. അത് മിറാക്കിളാണ് മിസ്സായിപ്പോയത്. മിറാക്കിൾ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതായത് നമുക്ക് താല്പര്യം കുറച്ചും കൂടെ നാടൻ ഫുഡാണെങ്കിൽ മിറാക്കിളാണ് കുറച്ചും കൂടെ നല്ലത്. അതായത് പിടിയും ഇറച്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ചട്ടിച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതേവരെ ചെയ്തിട്ടില്ല, അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറുപ്പമ്പടി ഏരിയയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മന്തി ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡേവിഡ് സ്ലാഡ്. പിന്നെ ഇത് വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അതായത് നീറ്റാണ്, ക്ലീനാണ്, ഇൻറ്റീരിയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. ഓവറോൾ നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.